ഗോവയിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 3. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പനാജിയിലേക്കാണ്, ഗോവയുടെ തലസ്ഥാനത്തേക്ക്, അതെ ക്യാപിറ്റലിലേക്ക്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ന്യൂ സുവാരി ബ്രിഡ്ജിന്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ താഴെ മഡ്ഗാവിന് രത്നഗിരി പോകുന്ന ആ ഒരു റൂട്ടാണ് നിങ്ങൾ കാണുന്ന ആ ഒരു പാലം. നമുക്കിവിടെ ഒരു ട്രെയിൻ കിട്ടുമോ നോക്കാം. ഒരു ട്രെയിൻ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു വിഷ്വലായിരിക്കും അത്. ഇത് ഈ കാണുന്നത് സുവാരി നദിയാണ് കേട്ടോ. സുവാരി നദി നല്ല വീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ രാവിലെ കുറേ ബൈക്കേഴ്സ് പോകുന്നുണ്ട്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. കുറേ ബൈക്കേഴ്സ് പോകുന്നുണ്ടോ, എന്തോരാന്ന് നോക്കിയേ, ഇഷ്ടം പോലെ ഉണ്ടോ. അതൊക്കെ ഒരു 100 ബൈക്കുണ്ടാവും. കുറേ നേരമായി പോകുന്നവരേണ്ടാ. വാ, അടിപൊളി. അപ്പോൾ ഇങ്ങനെ നല്ല വീതിയിൽ കിടക്കാണ് കേട്ടോ ഈ ഒരു സുവാരി നദി എന്ന് പറയുന്നത്. അങ്ങ് നേരെ കാണുന്നത് കടലാണ്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്താണ് വാസ്കോന്ന് ആ സ്ഥലം വരുന്നത്, വാസ്കോ ഡ ഗാമ. നമ്മൾ നേരെ ഇനി പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ്. ഓൾഡ് ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല പഴയ ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഗോവയിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർത്തിയ സ്പോട്ട് എന്തായാലും കൊള്ളാം. അതുകൊണ്ട് റോറോ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. റോറോ എന്തോ ലക്കാണ്. കറക്റ്റ് ഇവിടെ ഇൻട്രോ എടുക്കാൻ വന്ന് നിർത്തിയതും ഇതേണ്ട് പോകുന്നു റോറോ. ഈ ട്രെയിന് ഫുള്ള് ലോറിയാണ്. ഞാൻ റോറോ ട്രെയിനെ പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊങ്കൺ റെയിൽവേയിൽ മാത്രം കാണുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ് ഈ റോറോ. ഉണ്ടോ, അടിപൊളിയല്ലേ. അതൊക്കെ ഒരു ജീനെ ലോക്കോ അടങ്ങി വലിച്ചോട്ട് പോകുന്നത് പൊളി. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പാലം. ഇത് ന്യൂ സുവാരി ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ആ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇത് NH66 ഈ ഒരു റോഡെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലം കടന്നിട്ടാണ് പനാജി ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു പാലാണ് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടോ, അത് പുതിയതായിട്ട് ചെയ്തിട്ട് അധികം നാളൊന്നും ആയിട്ടൊന്നുമില്ല. ഈ ഒരു പാലത്തിന് മനോഹർ സേതു എന്നും പറയും. ഇതൊരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. നമ്മൾ ഈ മുംബൈയിലും കൊൽക്കത്തയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ബ്രിഡ്ജുകളൊക്കെ. അപ്പോൾ ഇത് ഗോവയിൽ ഇത് അധികം നാളൊന്നും ആയിട്ടില്ല ഇതിന്റെ പണി കഴിഞ്ഞിട്ട്. എന്നാലും മൊത്തം പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യയുടെ സെക്കൻഡ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് കേട്ടോ ഈ ഒരു ന്യൂ സുവാരി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 2023 ഡിസംബറിലാണ് ഈ ഒരു ബ്രിഡ്ജ് അവര് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. 640 മീറ്ററോളം ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ. ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്ത് അവര് പെയിന്റും കൂടെ അടിക്കുകയാണ്. മൊത്തം പണി അങ്ങോട്ട് മൊത്തം ഒന്നും ഫിനിഷ് ആയിട്ടൊന്നുമില്ല. എന്തൊക്കെ അവിടെ ക്രെയിനൊക്കെ കണ്ടോ. അപ്പൊ അത് മൊത്തം കഴിഞ്ഞിട്ടില്ല. പെയിന്റും കൂടെ അടിച്ച് മറ്റേ ലൈറ്റൊക്കെ വെച്ചാലേ ഒന്നുകൂടെ സെറ്റ് ആയിരിക്കും അല്ലേ. രാത്രി പോകുമ്പോൾ ലൈറ്റും കൂടെ ഉണ്ടെങ്കിലേ പല പല ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്ന മാറി മാറി വരുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവം കൂടെ വെച്ചാൽ ഈ പാലം അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഓൾഡ് ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നോർത്ത് ഗോവ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പം എനിക്ക് പനാജിയിലൊക്കെ പോകണമെങ്കിൽ ഈ കർമാലി റെയിൽവേ സ്റ്റേഷൻ, നമ്മളിപ്പോൾ ഉള്ളത് കർമാലി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ കർമാലി ഇറങ്ങിയാൽ നമുക്ക് ഈ പനാജിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ കർമാലി നിർത്തുന്ന വണ്ടികളുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ വന്നിരിക്കുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസ് ആണേ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ട്രിപ്പ് വരുമ്പോൾ ഈ സ്ഥലത്ത് എന്തായാലും പോയിരിക്കും. അപ്പോൾ ആ ഒരു പള്ളി കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ പള്ളിക്ക് കുറേ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. മൺഡേ ടു സാറ്റർഡേ രാവിലെ 9 തൊട്ട് 5 മണി വരെ. സൺഡേ ആണെങ്കിൽ രാവിലെ 11 തൊട്ട് 5 മണി വരെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി കണ്ടോ. ഈ ഓൾഡ് ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഇന്ത്യയുടെ പഴയ ഒരു ഫോർമർ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ ഇവിടെ 1594 ഈ ഒരു ബസിലിക്ക പണിയുന്നത്. ഇതൊരു കാത്തലിക് ബസിലിക്കയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് ഈ ഒരു ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഈ ബസിലിക്കയ്ക്ക് കൊങ്കണിയിൽ എന്താ പറയുന്നത് അറിയോ? ബൊറിയ ജസൂച്ചി ബസിലിക്ക. ഗോവൻ കൊങ്കണിയാണ്. ഞാൻ പറയുന്ന കൊങ്കണിയല്ല. ഗോവയിൽ ഇവർ പറയുന്ന കുറച്ചൊക്കെ മനസ്സിലാവും, പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലേ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു പ്രിസേർവ്ഡ് ഒരു ഡെഡ് ബോഡി ഉണ്ട്. അതായത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഉണ്ട്. അപ്പോൾ ഇത് നല്ല വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ ബോഡി ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോഡി തുറന്ന് കാണിക്കുന്നത് ഒരു 10 വർഷം ഗ്യാപ്പിട്ടാണ്. 2016 ലാസ്റ്റ് തുറന്ന് കാണിച്ചത്. ഈ 2024 കാണിക്കുന്നത്.
അപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്ന ടൈമിൽ നല്ല തിരക്കായിരിക്കും ഈ ഒരു പള്ളിയിൽ വരുന്നത്. ഏകദേശം 400-ലധികം വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ആ ബോഡിക്ക് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഈ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോൾ ആ ഒരു ബോഡി ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, 2026 വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി 2 വർഷം കൂടെ ഉണ്ട്. ഈ ഒരു പള്ളിയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പോർച്ചുഗീസ് കൊളോണിയൽ ആർക്കിടെക്ചറാണേ. നല്ല ഭംഗിയാണ്. 1594 ഇതിൻ്റെ പണി തുടങ്ങുന്നത് കേട്ടോ. 1605 ഈ ഒരു പള്ളിയുടെ പണി കഴിയുന്നത്. അപ്പോൾ ഈ ബോഡി ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഷിപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ സെന്റ് ഫ്രാൻസിസ് സേവിയർ ജനിച്ചത് 1506 ഒന്ന് ആലോചിക്ക്. അതെ, അകത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു അൽത്താരേന്നാന്ന് തോന്നുന്നു, എനിക്ക് ആ ഒരു ഭാഗത്തെ പറയുന്നത് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഭാഗം കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. പഴയ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു ഇന്ത്യ ഈസ് ബ്ലെസ്ഡ്, താങ്ക് യു ജീസസ് ഒക്കെ പറഞ്ഞ് അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ പള്ളിക്കകത്ത് വലത്തെ സൈഡിലായിട്ടാണ് വേണ്ട ആ കാണുന്നതാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം എന്ന് പറയുന്നത്. അത് കുറച്ച് ഭാഗം നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും, പക്ഷെ അത് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന 10 വർഷം ഗ്യാപ്പിലാണ് കേട്ടോ. എന്തായാലും ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ആ ഒരു സംഭവം. ഇത് കണ്ടോ, വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒരെണ്ണമാണിത്. അപ്പോൾ ഇവിടെയും അതിനെപ്പറ്റി ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് പനാജിക്കാണ്, ഗോവയുടെ തലസ്ഥാനം. അപ്പോൾ നമ്മൾ ബസിലിക്ക ഓഫ് ബോം ജീസസ് ഒക്കെ കണ്ടു. അപ്പോൾ നേരെ ഇനി പനാജി പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് ഗോവൻ താലി കഴിക്കണം, പിന്നെ കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം നേരെ ഇനി പനാജിക്ക് പോവാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, മഴ വീണ്ടും തുടങ്ങി. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, നല്ല ഹെവി മഴയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി പനാജിയിൽ എത്തിയിരിക്കുകയാണ്, ഗോവയുടെ തലസ്ഥാനം. പനാജി വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ കസീനോ എന്ന് പറയുന്നത്. ഈ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ കസീനോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. പക്ഷെ ഗോവയിലും സിക്കിമിലും ഒരു ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് വരെ ഈ ഒരു സംഭവം നടക്കും. അപ്പോൾ ഇത് കരയിലല്ല, ഇവിടെ വെള്ളത്തിലാണ് ഈ കസീനോസ് നടക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ കസീനോ ഉണ്ട്. ഗാംബ്ലിംഗ്, ചൂതാട്ടം എന്നല്ല ഇതിന് പറയുന്നത്, ചൂതാട്ടം എന്നല്ല പറയുന്നേ, ചൂതാട്ടം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ആരായിരുന്നു ഗെയിം കളിക്കുന്നത്? ഇപ്പൊ ഗെയിം കളിക്കുന്ന കണ്ടിട്ടേ പറയുക ആയിരത്തിൽ മറ്റേ എന്തോ ഗെയിമാണ്, ഫ്രീ ഫയർ കളിക്കുന്നതായിട്ട് പറയാം. ചൂതാട്ടം കളി, പ്രണവ് പറയാം, ചൂതാട്ടം കളിക്കാറുണ്ട്, ചൂതാട്ടം പോരെ. അപ്പോൾ ചൂതാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞ ഈ പനാജി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇതേപോലെ കളവിൻ്റെ അമ്മൂമ്മ ചൂതാട്ടം കസീനോസ് ഉള്ള ഇവിടാണ് കേട്ടോ, ഈ പനാജി ഏരിയയിലാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ റോഡ് ഷോയോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. കൊള്ളാം. ഇങ്ങനെ ചീറപ്പ് ചെയ്ത് വന്ദേ മാതരമൊക്കെ വിളിച്ച് കുറേ ബൈക്കാരും കാറുകാരും വരുന്നതുണ്ടോ. നമ്മളൊക്കെ കോടീശ്വരന്മാരായിരുന്നെങ്കിൽ ചൂതാട്ടം കളിക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷേ കോടികൾ വേണം തോന്നുന്നു അല്ലേ? അയ്യോ എന്തായിരിക്കും. അതെ, മൊത്തം പോകും ലാസ്റ്റ് തോറ്റ കഴിഞ്ഞാൽ. ചൂതാട്ടം കളിക്കാൻ പോയാലോ കിഡ്നി വിൽക്കാം, പിന്നെ മൊത്തത്തോടെ അയ്യോ. ഇവിടെ പല പേരുള്ള കസീനോസ് ഉണ്ട്. ഇത് കസീനോ മജസ്റ്റിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ബിഗ് ഡാഡി കസീനോ, അങ്ങനെ ഓരോ പല ഷേപ്പിൽ. അതുണ്ട് മറ്റേ തിമിംഗലത്തിൻ്റെ ഡിസൈനിലുള്ളൊരു സാധനം കണ്ട, കൊള്ളാമല്ലേ അത്. പിന്നെ അവിടെ ഒരെണ്ണം കണ്ട ഡെൽറ്റിൻ റോയൽ എന്നും പറഞ്ഞ, അങ്ങനെ കുറേ ഇങ്ങനെ കിടപ്പുണ്ട്. രാത്രിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇത് ഒന്നുകൂടെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. ഇന്ന് നമ്മൾ നേരത്തെ കണ്ട മജസ്റ്റിക് പ്രൈഡ് കസീനോ എൻട്രി ആണ് കേട്ടോ. അപ്പം ഇതിലാണ് കയറുന്നത്. കണ്ട അതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നുണ്ട് ഫ്രീഡം ധമാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 15 തൊട്ട് 18 വരെ അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ മെഗാ ഡ്രോയ്ക്കൂടെ 1.5 കോടിയുടെ പ്രൈസ് കിട്ടുന്നൊക്കെ പറഞ്ഞ എന്തോ സംഭവം ഉണ്ട് അവിടെ, ഫ്രീഡം ധമാക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് ഗോവൻ താലി കഴിക്കാൻ പോവാണ്, ഗോവൻ സ്പെഷ്യൽ താലി.
അപ്പോൾ ഗോവൻ താലി കഴിക്കാൻ വന്നിരിക്കുക നമ്മളിവിടെ പനാജി സിറ്റിക്കുള്ളിൽ തന്നെ ഒരു കഫേ റിച്ച് എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗോവൻ താലി കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ. കഫേ റിച്ച് റെസ്റ്റോറൻ്റ് ആൻഡ് ബാർ, ചെറിയൊരു കടയാണ്. പിന്നെ അത് നമുക്ക് കയറി കഴിക്കണം. സീറ്റ് ഉണ്ടാവുമോ നോക്കാം. ചെറിയൊരു കടയല്ലേ, സീറ്റ് ഉണ്ടാവേണ്ടതാണ്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനും സുഹൃത്തായിട്ടൊക്കെ ഞങ്ങളെന്താ അയ്യൻപി ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇരിക്കാൻ സ്ഥലമുണ്ട്, സീനില്ല. ഞാൻ ഫിഷ് താലി പറഞ്ഞു, പിന്നെ അയല വറുത്ത് പറഞ്ഞു, അഥവാ മാക്രൽ ഫ്രൈ. അപ്പോൾ ഈ അയല വറുത്ത് റവ ഫ്രൈഡ് കിട്ടും, അതാണ് ശരിക്കും അടിപൊളി. പിന്നെ ഇവന് വെജ് താലി പറഞ്ഞു, അവൻ ഫിഷ് കഴിക്കത്തില്ല. എടാ ഗോവ കൊണ്ട് മീൻ കഴിക്കണം. എന്തോ പറയാനത് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞു, അതിപ്പോൾ വരും. പിന്നെ ഇതിനകത്ത് മെനുവിലുള്ളത് ഇഷ്ടംപോലെ സീ ഫുഡ് ഉണ്ട് കേട്ടോ. കാണിച്ചുതരാം, ആദ്യം തൊട്ട് കാണിച്ചുതരാവേ. പല പല മീനിൻ്റെ പല സംഭവങ്ങളുണ്ട്. ചോനക്, വൈറ്റ് സ്നാപ്പർ, പോംഫ്രട്ട്, പിന്നെ മാക്രൽ, പിന്നെ കിങ് ഫിഷ്, സുർമായി, മുർഡോസി, ഇതൊക്കെ ഇവരുടെ ഭാഷയിൽ പറയുന്നതെന്ന് തോന്നുന്നു. വെള്ളിയോ, പിന്നെ ബോംബെ ഡക്ക്, ചിക്കനും ഉണ്ട് ഇഷ്ടം പോലെ, പ്രോൺസ്, ഷാർക്ക് വരുന്നുണ്ട്. ഷാർക്ക്, സ്ക്വിഡ്, മസിൽസ്, ഓയിസ്റ്റർ, ക്രാബ്, ക്ലാം, ചിക്കൻ്റെ ഉണ്ട്, മട്ടൻ്റെ ഉണ്ട്, എഗ്ഗ് ഉണ്ട്, വെജ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സംഭവമുണ്ട്. ചിക്കൻ ബിരിയാണി അടക്കം ബിരിയാണി ഐറ്റംസ് ഉണ്ട്. പിന്നെ ബിവറേജ് എല്ലാം ഉണ്ട്. ബിയർ, പൈൻറ്റ്, വിസ്കി, പിന്നെ ബ്രാൻഡി, റമ്മ്, വോഡ്ക, വൈൻ, ഫെനി, എല്ലാ സംഭവമുണ്ട് കേട്ടോ. ഇതൊരു ബാറും കൂടെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ബിയർ ഐറ്റംസ് കിങ് ഫിഷറിനെയാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. കിങ് ഫിഷർ, പിന്നെ ബ്രീസർ ഉണ്ട്. ബ്രീസർ എന്ന് വെച്ചാൽ ഈ ലോ ആൽക്കഹോളായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ഡ്രിങ്കാണ്. ബാക്കിയെല്ലാം ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോവൻ ഫിഷ് താലി വന്നിരിക്കുകയാണ്. പച്ചരി ചോറുണ്ട്. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ത് മീനാണിത്? അതിൻ്റെ ഒരു ഇങ്ങനെ പരന്നിരിക്കുന്ന എന്തോ ഒരു മീനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇത് ക്രാബിൻ്റെ ഒരു കാലാണെന്ന് തോന്നുന്നു. ക്രാബിൻ്റെ കറിയുണ്ട്. പിന്നെ എന്തോ ഒരു തോരനുണ്ട്. ഇത് മറ്റേ ക്ലാമാണെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ ഷെല്ല്, അതാണ് സംഭവം. അതിൻ്റെ ഒരു കറി പോലാണ്. പിന്നെ കിഴങ്ങിൻ്റെ എന്തോ ഒരു കറിയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു മീൻ കറിയാണെന്ന് തോന്നുന്നു. ഇത് പ്രോൺസ്. പിന്നെ നമ്മുടെ ഗോവയുടെ തനതായ കോക്കം സിറപ്പ്, അതായത് നമ്മുടെ അടുത്ത രസം പോലത്തെ സംഭവമാണ് ഇവിടുത്തെ ഗോവയുടെ രസമാണ് ഇത് കേട്ടോ. കോക്കം സിറപ്പ് നല്ല ടേസ്റ്റാണ് ഈ സാധനം. പിന്നെ ഇവിടെ ഒരു പിക്കിളും ഉണ്ട്. പിന്നെ നമ്മുടെ അയല വറുത്തത്, അയല റവയിൽ വറുത്താണ് കേട്ടോ. ഇത് 2 അയലയുണ്ട്. പക്ഷെ അത് ഒന്നായിട്ടാണ് തന്നേക്കുന്നത്. 2 അയലാണോ ഒരയിലയാണോ? ഒരയില നല്ല വലിയ അയില കേട്ടോ. നോക്കി, വലിയ അയിലയാണ്. അതിൻ്റെ ഇവിടെ ക്യാബേജ് ഉണ്ട്. കാരണം നമ്മളവിടെയൊക്കെ സവാളയിലിടുന്നത്, ഇവിടെ ക്യാബേജാണ്. ഗോവയിൽ വരുവാണെങ്കിൽ ഫിഷ് ഫ്രൈ വാങ്ങിക്കുവാണെങ്കിൽ ഈ റവ ഫ്രൈഡ് ഫിഷ് ഫ്രൈ വേണം വാങ്ങിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഗോവൻ താലി കഴിച്ച് നോക്കാം. ഇവർ ഈ താലിയുടെ കൂടെ തന്നേക്കുന്ന ഈ ഒരു ഫിഷ് ഫ്രൈ അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചുമ്മാ കഴിക്കാം. ഈ റവ ഫ്രൈഡ് ഫിഷ് അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ്. ആദ്യത്തിൻ്റെ വെജ് താലിയിൽ സാധാരണ വെജ് ഐറ്റംസ് ആണല്ലേ. എനിക്ക് ഫ്രൈഡ് ആയിട്ട് എന്താ റവ ഫ്രൈഡ് മഷ്റൂം അല്ലേ? ഓക്കെ. നമ്മളവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ അയല വറുത്തൊന്നുമല്ല ഇവിടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് മസാല ഒന്നും കാര്യമായിട്ടില്ല, പുറത്തൂടാണ് കേട്ടോ. നല്ല ഒരു വേറെ ടേസ്റ്റാണ്. നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വെറുതെ കഴിക്കുക, നല്ല സോഫ്റ്റായിട്ട് നല്ല പാകത്തിന് വെന്ത മീനാണ് കേട്ടോ. ചോറും ഒരു രക്ഷയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മറക്കരുത്. കഫേ റിച്ച് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ കേട്ടോ. ഈ ക്ലാമിൻ്റെ ഈ ഒരു കറിയും കൊള്ളാം കേട്ടോ. പ്രത്യേകിച്ച് അതിനകത്ത് ആ ഒരു ഫ്ലഷ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ആ മസാലയൊക്കെ പിടിച്ചിട്ട്, ആ കറിയുടെ മസാലയൊക്കെ പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം എടുത്തു പറയേണ്ട ടേസ്റ്റാണ്, കൊള്ളാം. ഒന്നും മോശമല്ല, നല്ലതാണെന്നേ പറയത്തുള്ളൂ. മോശമാണെങ്കിൽ മോശമാണെന്നേ പറയത്തുള്ളൂ. കഴിക്കാൻ അത്രയും കഴിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ബാക്കിയുണ്ട് അവിടെ ഇടയ്ക്ക് ആയിട്ട്. കറി കുറച്ച് ബാക്കിയുണ്ട്. മീൻ തീർത്തു. അടിപൊളിയായിട്ടോ, നല്ല ഊണാണ്. നിങ്ങൾ പനാജി ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ കയറാൻ നോക്കുക. മാക്സിമം ടൗണിൽ തന്നെയാണ്. വോക്ക് വേ എന്ന് അവിടെ നിന്നൊരു 600 മീറ്ററേ ഉള്ളൂ. കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ്റെ. അടിപൊളിയാണ്. നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ. നല്ല അടിപൊളി താലിയാണ്. ഗോവൻ ഫിഷ് താലി ഇവിടെ വന്ന് കഴിക്കണം. ഇവിടെ വന്നിട്ടൊന്നും ചിക്കൻ കഴിക്കരുത്. അല്ലെ ഫിഷ് കഴിക്കാത്തതാണ് ചിക്കൻ കഴിച്ചോ. ഗോവയിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഫിഷ് കഴിക്കുക.
ഫിഷാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഫിഷിന് തന്നെ പല കൂട്ടം പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇവിടെ ഗോവയിൽ കിട്ടും. നല്ല ഫ്രഷ് മീനുമാണ്. ഫ്രഷ് ആയിട്ടല്ലാതെ അങ്ങനെയൊന്നും കിട്ടുന്നതായിട്ട് എനിക്കറിയത്തില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനേ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വില എന്ന് പറയുന്നത് റവ ഫ്രൈ മാക്കറൽ 171, ഗോവൻ ഫിഷ് താലി 238, പിന്നെ ആദ്യത്തെ കഴിച്ച വെജ് താലിക്ക് 162 രൂപയാണേ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അമ്മ വീട്ടിൽ നിന്ന് നടക്കുന്നതിന് കുറേ ലിസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, അതെല്ലാം വാങ്ങാൻ വേണ്ടി പോടാ ഇനി. അപ്പോൾ ഇത് എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോക്കൽ സ്റ്റോറിലോ വല്ലതും കയറിയിട്ട് വാങ്ങണം. അത് കോക്കം സിറപ്പ്, ബെബിൻക, പിന്നെ അച്ചാർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് തന്നെ അത് വാങ്ങാൻ കിട്ടും. സിറപ്പായിട്ട് ഇത് ക്യാനിൽ കിട്ടും. അപ്പോൾ അത് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി നമുക്കിനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നോക്കാം, കിട്ടുമായിരിക്കും. ബെബിൻക വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കട നമ്മൾ നോക്കിയായിരുന്നു, ഉണ്ടായിരിക്കും മിക്കവാറും. മോഡേൺ ബേക്കറി ആൻഡ് സ്റ്റോഴ്സ് കേട്ടോ, അതൊരു ബേക്കറി എന്ന് തോന്നുന്നു. പിന്നെ അത് ബെബിൻക ഉണ്ടോ നോക്കാം. അപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇത്രയും സാധനം വാങ്ങിച്ചു. 4 പാക്കറ്റ് ബെബിൻക, കോക്കം സിറപ്പ് 1 ലിറ്ററിൻ്റെ, പിന്നെ 4 കൂട്ടം അച്ചാറുണ്ട്. ഇത് തെണ്ടൂൽ പിക്കിളാണ്, അതായത് ഇത് മറ്റേ കോവക്കയുടെ അച്ചാർ. ഇത് കർബണ്ടേ എന്നൊരു സാധനമാണ്. ഇതിനെന്തോടാ മലയാളത്തിൽ പറയുന്നത് ഈ സാധനത്തിന്? നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ. അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഇതാണ് പാവയ്ക്കയുടെ അച്ചാർ. ഇവിടെ പലതരം അച്ചാറുണ്ട്. പാവയ്ക്കയുടെ അച്ചാർ, പിന്നെ ഇത് ഗ്രീൻ ചില്ലിയുടെ അച്ചാർ. അങ്ങനെ 4 കൂട്ടം അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക് പാപ്പടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത്രയും കൂട്ടം ഐറ്റംസ് ഉണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത്രയും കൂട്ടം സാധനം വാങ്ങിച്ചത് 1800 രൂപയായി. ആദ്യം വാങ്ങിച്ചത് ഒരു ബെബിൻകയും ഒരു അച്ചാറുണ്ട്, ബാക്കി ഞാനാണ് വാങ്ങിച്ചത്. വീട്ടിൽ വിളിച്ചു ചോദിച്ചു ഏതൊക്കെ അച്ചാറാണ് വേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്തിലൊക്കെ വേണമെന്ന് പറയായിരിക്കും, നോക്കാം. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പോയിട്ട് ഇനി അടുത്ത സ്ഥലം ഇനി അവിടെ പോകണ്ടേ? അഗോഡ ഫോർട്ട്. യെസ്, അവിടെ പോയിരിക്കും. നമ്മളിപ്പോൾ പനാജിയുടെ ആ ഒരു സിറ്റിയുടെ സെൻറ്ററിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പനാജി ഫുൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ക്വയർ ഷേപ്പിലുള്ള റോഡുകളാണ് എല്ലാം കേട്ടോ. എല്ലായിടത്തോട്ടും. പക്ഷെ 1 വേ ഒക്കെ നോക്കി പോയില്ലെങ്കിൽ പോലീസുകാർ തേച്ചൊട്ടിച്ച് വിടും. നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അങ്ങനെ അലമ്പെന്നൊന്നും പറയില്ല. പഴയ കുറേ കെട്ടിടങ്ങളുണ്ട്, പിന്നെ കുറേ പള്ളികളുണ്ട്. പള്ളികളൊക്കെയാണ് കേട്ടോ കൂടുതലും. ചർച്ചൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഷോപ്പിംഗ് സെൻറ്ററുകൾ, ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ കുറേ ഷോറൂമുകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു സാധാരണ ഒരു ഇന്ത്യൻ സിറ്റിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റിയാണ് ഈ പനാജി എന്ന് പറയുന്നത്. നമ്മൾ അഗോഡ ഫോർട്ട് പോകാൻ നേരത്തെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പാലം ഇവിടെ ഉണ്ട്. ഇത് അടൽ സേതു എന്നാണ് ഈ ഒരു പാലത്തിന് പേര്. ഇവിടെ ഇങ്ങനത്തെ കുറേ പാലമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഒരു പാലം. കൊള്ളാം കേട്ടോ. നമ്മൾ അഗോഡ ഫോർട്ട് ഏകദേശം എത്താറായി. പഗോഡ ഫോർട്ട് എത്താൻ നേരത്ത് നല്ലൊരു കയറ്റമൊക്കെ കയറ്റം കയറി വന്നപ്പോഴേക്കും ഫുള്ള് റോഡിന്റെ 2 സൈഡിലും ഫുള്ള് മരങ്ങളാണ്. ഈ മാട്ട വണ്ടി ഇതാണ്, കേറുന്നോരും ഇല്ല. അയ്യോ എന്ത് മുക്കിയെന്നറിയാം. ഞാൻ വെച്ച് കേറത്തില്ല മിക്കവാറും. എത്ര മുക്കി ഈ സാധനം കയറ്റം കയറുന്നത് എനിക്കറിയാൻ പാടില്ല. ചത്തു ലാസ്റ്റ് കയറ്റം കയറി വന്നപ്പോ അയ്യോ മതിയായേ. അതെ, നമ്മളങ്ങനെ ഇവിടെ അഗോഡ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗോവയിൽ വന്നാൽ ആദ്യം മറ്റേ ബെസിലിക്ക ഓഫ് ബോം ജീസസ്, അതിനെ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതാണ് ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഗോഡ ഫോർട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ പനാജിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഈ അഗോഡ ഫോർട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ കയറാൻ നേരത്ത് 2 വീലറിന് പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. 2 വീലറിന് 50 രൂപ. അപ്പോൾ കാറിനൊക്കെ എത്ര രൂപ ആയിരിക്കും അല്ലേ? കയറുന്നതിന് മുമ്പായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇന്ത്യൻസിനും പിന്നെ സാർക്ക് രാജ്യങ്ങളിലെ ആൾക്കാർക്കും അങ്ങനെ NRIസിനും ഒക്കെ 25 രൂപയാണ്. ഫോറിൻ സിറ്റിസന് 300 രൂപ. 15 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ട. ഏകദേശം 400-ലധികം വർഷം പഴക്കമുള്ളൊരു ഫോർട്ടാണ് കേട്ടോ ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിത ഒരു ഫോർട്ടാണ് കേട്ടോ. ഇന്ത്യയിലെയും ഗോവയിലും തന്നെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫോർട്ടാണ് ഈ അഗോഡ ഫോർട്ട്. ഞാൻ പറഞ്ഞില്ല, ഗോവയിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലമാണ് ഈ അഗോഡ ഫോർട്ട്. ഒരു ഉത്സവത്തിനുള്ള ആണല്ലോ കേട്ടോ ഇവിടെ ഈ ഒരു ഫോർട്ടിൽ. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണേ. ഈ ഫോർട്ടിനൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പഴയ ലൈറ്റ് ഹൗസാണ്. ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു 400 അധികം പഴക്കമുള്ളൊരു ഫോർട്ടാന്ന് പറഞ്ഞില്ല. അപ്പം അത്രയും വർഷം തന്നെ പഴക്കവും കാണും ഈ ഒരു
ലൈറ്റ് ഹൗസിന്. ഈ ഫോർട്ടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നാൽ ഇതാണ്ട് ഇവിടെ നിന്ന് അറബിക്കടലിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം. കണ്ടോ, ഇതാണ് ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെയാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത്. ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കാൻഡലിംഗ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഫോർട്ട് 1612 പണിതത്. അപ്പോൾ അന്ന് ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന ഈ കപ്പലുകൾക്കൊക്കെ ഒരു റെഫറൻസ് പോയിന്റ് ആയിരുന്നു ഈ ഒരു അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈറ്റ് ഹൗസ് ഒരെണ്ണമാണ് കേട്ടോ. എനിക്ക് ആ ഒരു പഴക്കം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല പഴക്കമുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ഫോർട്ടിൽ ഒരു ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കപ്പലുകളുള്ള വാട്ടർ സപ്ലൈ ഒക്കെ കൊടുത്തോണ്ടിരുന്ന ഈ ഒരു ഫോർട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോർട്ടിന് അഗോഡ ഫോർട്ട് എന്ന് പേര് വന്നത്. ഈ അഗോഡ എന്ന് വെച്ചാൽ പോർച്ചുഗീസ് ഭാഷയാണ്. ഈ ഫോർട്ട് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് ഉള്ള ഒരു ഫോർട്ടായിരുന്നു. 23,76,000 ഗാലൻസ് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഈ അഗോഡ ഫോർട്ടിന്. സത്യം പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു മെയിൻ സ്പോട്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാൻ. അതെ, ഒന്നുമില്ല കാണാൻ. സൗത്ത് ഗോവ അടിപൊളി കാണാൻ. ഇവിടെ ഫുള്ള് ബീച്ച് അത് എന്തും ഇരിക്കുന്നത്. അതെ, ഇവിടെ ഒന്നുമില്ല കാണാൻ സത്യം പറഞ്ഞാല്. അപ്പൊ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാ എന്തായാലും. ഇപ്പൊ വൈകിട്ട് 4 മണി കഴിഞ്ഞു. ഇനി നേരെ റൂമിൽ പോവാണ്. നേരത്തെ റൂമിൽ പോകുന്ന ഈ എഡിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ രാത്രി നിന്നാല് ഗോവ പോയിട്ട് നമ്മളായിരിക്കും നേരത്തെ റൂമിൽ പോവല്ലേ. എന്താല്ലേ, എടുത്തോ വണ്ടി എടുത്തോ. ഈ അഗോഡ ഫോർട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെ കുറേ 2 സൈഡിൽ ഇതേപോലെ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് സ്ഥലങ്ങൾ, ഈ ടാറ്റു, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അടുത്തേക്ക് ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. കാൻഡലിം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടോ. അപ്പൊ ഈ കാൻഡലിം അടുത്താണ് ഈ അഗോഡ ഫോർട്ട് വരുന്നത്. ഇവിടെ മുകളിലൊരു വലിയൊരു ഫ്ലൈ ഓവർ ആണ്. അതിന്റെ മുകളിൽ കൂടെ 2 വീലർ പോകാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ താഴെ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. മുകളിൽ കൂടെ 2 വീലേഴ്സ് അലൗഡല്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുമ്പോൾ ഈ മുകളത്തെ ഈ ഫ്ലൈ ഓവർ ഒരു പോയരുത്. പോയാൽ പോലീസുകാർ പിടിക്കും. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ മഹാലസ സംസ്ഥാൻ. ഇതെന്താ സംഭവം ഞാൻ പറയാം. ഒരു ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് ഈ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹോട്ടൽ മഹാലസയിൽ കയറി നമ്മൾ രാവിലെ നല്ല ഒതൻറ്റിക് ഗോവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മൾ രാവിലെ ഇവിടെ ഈ ഗോവയിൽ ഇടുന്ന പാവഭാജി ഉണ്ടല്ലോ, അത് വേറൊരു സംഭവമാണ്. പാവ് തരും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാധാരണ ബാജി ഉണ്ടല്ലോ, ബാജി, അതായത് സാധാരണ കറി, അതാണ് ഇതിന് ഗോവയിൽ കിട്ടുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പാവഭാജി ഉണ്ടല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ, അത് ബോംബെ സ്റ്റൈൽ പാവഭാജിയാണ്. ഇത് സാധാരണ പാവഭാജിയാണ്. ഈ ഗോവൻ സ്റ്റൈൽ പാവഭാജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പാവഭാജി കിട്ടുന്നത്. പിന്നെ ഇവിടെ രാവിലെ പോയാൽ, ഇവിടെ ഏത് കടയിൽ പോയാലും രാവിലെ മുളക് ബജ്ജി കിട്ടും. കണ്ടോ, നമ്മുടെ അവിടെയൊക്കെ വൈകിട്ടില്ല. ഇവിടെ രാവിലെ ഇവർ കഴിക്കുന്ന മുളക് ബജ്ജിയാണ്. ഇത് ബജ്ജി മുളകിൻ്റെ ഉണ്ട്, സാറാ പച്ചമുളകിൻ്റെ ഉണ്ട്. ഇതിരിക്കുന്നു സാറാ പച്ചമുളകാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ മെയിൻ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയോ, ഞങ്ങൾ ഗോവയിൽ എപ്പോഴും വരുമ്പോൾ ഈ അമ്പലത്തിൽ വരുന്നതാണ്. ഞങ്ങളുടെ കുലദേവത ഇവിടെയാണ്. ഞങ്ങൾ ഗൗഡ സാരസ്വർ ബ്രാഹ്മിൻസ് എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ പണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇവിടെ നിന്ന് നാട് കടത്തി വിട്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഒരു 100-300-400 കൊല്ലം മുമ്പ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന പല ദൈവങ്ങളും ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടെ വെച്ച് ആരാധിച്ച് അവിടെ അമ്പലങ്ങളായി. അപ്പോൾ ഞങ്ങളുടെ കുലദൈവതയുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് അവരുടെ കുടുംബക്ഷേത്രം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുലദേവത ഇവിടെയാണ്. ഈ ഗോവയിലെ മർഡോൾ എന്ന സ്ഥലത്താണ് ഈ മഹാലസ നാരായണി ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഈ പ്രതിഷ്ഠ നടന്ന മോഹിനിയാണ്. അകത്ത് അടിപൊളിയാണ്. അകത്ത് ഞാൻ ഷൂട്ടും ചെയ്യുന്നില്ല. അകത്ത് ഒരു നല്ല ഭംഗിയാണ്. നമ്മുടെ അടുത്ത അമ്പലം പോലെ അല്ല ഇവിടെ നല്ല അകത്ത് ഫുള്ള് മാർബിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പം. എങ്ങനെയുണ്ട് അമ്പലം? വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കുറേ സാധനമൊക്കെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ.
അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പിന്നെയും വാങ്ങിയിട്ടുണ്ട്. എന്തുവാടാ അത്, ഇത് തൈര് മുളക് ഉണ്ടല്ലോ, തൈര് മുളക്, പിന്നെ അച്ചാറ്, പിന്നെ ഇവൻ ബിന്ദു സോഡ എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ച്. അടിപൊളിയാന്ന് പറഞ്ഞത്. ഞാൻ കുടിച്ച് നോക്കി സാധനം, ഹജ്മോള കലക്കിയ വെള്ളം. ഇനി മേലെ നമ്മുടെ നാട്ടിലില്ല, ബിന്ദു സിന്ധു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പനാജിയിൽ പോയി, ബസിലിക്ക ഓഫ് ബോം ജീസസിൽ പോയി, പിന്നെ നമ്മൾ ഇവിടെ പോയി അഗോഡ ഫോർട്ടിൽ പോയി, പിന്നെ നമ്മൾ ആ മഹാലസ ക്ഷേത്രത്തിൽ പോയി, എല്ലായിടത്തും പോയി. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റില് ചൂതാട്ടം കളിക്കാൻ വേണ്ടി പനാജി പോയപ്പോഴാണ്. വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ വെറുതെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ ചൂതാട്ടം കളിക്കാൻ വേണ്ടി പോയല്ലോടാ. ഞങ്ങൾ പരിശ്രമിച്ച് നോക്കിയാണ്, പക്ഷെ നടന്നൊന്നുമില്ല, കേട്ടിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിൽ പോവാണ്. ബട്ടർഫ്ലൈ ആകൃതിയിലാണെന്ന് പറയപ്പെടുന്ന ഗോവയിലെ, സൗത്ത് ഗോവയിലെ ഒരു അടിപൊളി ബീച്ചാണ്. ഇപ്പോൾ ഈ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് കുറേ നടന്നു പോകണം, കാടും കുന്നും മലയും എല്ലാം കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബീച്ചിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത്, അടുത്ത വീഡിയോ. അപ്പോൾ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.